നമ്മുടെ ഹീറോ ടോസ് കഴിഞ്ഞ് ബാറ്റിങ്ങിന് ഇറങ്ങിയ സമയമായി. ഇനിയൊന്ന് സ്റ്റേഡിയത്തിൽ കൂടി എത്തിക്കിട്ടിയാ മതിയല്ലടാ. അതെ അതെ രാമ, ഒന്നുകൂടെ സുന്ദരനായാലോടാ. കല്യാണ ചെറുക്കൻ്റെ തെളിച്ചോണ്ട്. ഞങ്ങളുടെ കല്യാണ ചെറുക്കന് നിങ്ങളുടെ രണ്ടുപേരുടെയും ദൃഷ്ടി പതിയുമല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാധന. വീട്ടുകാരുടെ ദൃഷ്ടി ഒരിക്കലും പതിയില്ല. അതിനല്ലേ ഞാൻ കണ്ണട വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൂ, മുത്തശ്ശന്റെ അടുത്തുനിന്ന് വേഗം ആശീർവാദം വാങ്ങ്. നന്നായി വാ മോനെ. അങ്ങനെ നിന്റെ കല്യാണം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഈശ്വരൻ തന്നു. സാധന, ഭാർഗവി, ചടങ്ങുകൾ തുടങ്ങട്ടെ. എനിക്കിവിടെ ശരിക്കും ബോറടിക്കുന്നു. ഇതൊക്കെ കഴിയുമ്പോ എന്നോട് വന്ന് പറയേ. അനി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വലുതാവുമ്പോ നിനക്കും ഇങ്ങനെ കല്യാണമൊക്കെ കഴിക്കണ്ടേ? അപ്പൊ ഈ ചടങ്ങൊക്കെ നിനക്കും ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഇപ്പോഴേ കണ്ടു പഠിച്ചോ. ഇല്ല, എനിക്കിതൊന്നും ഇഷ്ടമല്ല. എന്ത്? എന്റെ അനിയുടെ കല്യാണ? സാധന, അങ്ങോട്ടൊന്നും ഇപ്പൊ ആലോചിക്കേ വേണ്ട കേട്ടോ. അനി നിക്കടാ. ആദ്യവും മര്യാദയ്ക്ക് കഴിക്കാൻ പഠിക്കട്ടെ, എന്നിട്ടാകാം. നമ്മുടെ സീതയുടെ എണ്ണക്കുളിയൊക്കെ കഴിഞ്ഞു കാണുമോ എന്തോ അല്ലേ? അറിയില്ല, അവിടുന്ന് ഇതുവരെ മെസ്സേജിന് റിപ്ലൈ വന്നിട്ടില്ല. എന്തായാലും ഹീറോയുടെ ഒരു ഫോട്ടോ എടുത്ത് ഹീറോയിന് അയച്ചു കൊടുക്ക. എടുക്ക്, അത് വൈകിക്കണ്ട. പ്രിയ, ഇപ്പോഴോ? എടോ റെഡി ആയിട്ടൊക്കെ വന്നിട്ട് പോരെ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എടാ, അവള് ഫോട്ടോ എടുത്തയക്കുന്നത് വേറെ ആർക്കും അല്ല, സീതയ്ക്കാ. കള്ളച്ചിരി. എടുത്തോ ഫോട്ടോ എടുക്ക്. ഈ ചടങ്ങൊക്കെ നമ്മുടെ പെണ്ണും ഒന്ന് കാണണ്ടേ? രണ്ട് ഫോട്ടോ കിട്ടിയാ മതി. റാം സ്മൈൽ. എങ്ങനെയുണ്ട് മോളെ? ഭാർഗവി, എന്താച്ചാ? നാളെ മണ്ഡപത്തിലേക്ക് പോകുന്നില്ലേ? അവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ എവിടെ വരെയായി? എല്ലാം ശരിയായിട്ടുണ്ടച്ചാ. നമ്മുടെ ടീം 3 ദിവസമായിട്ട് അവിടെ തന്നെയുണ്ട്. അച്ഛാ, ടീമിലെല്ലാരും റെഡിയായിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനും സത്യം കൂടി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു റൗണ്ട് നോക്കിയിട്ട് വരാം എല്ലാരെയും. ഓ, ചെറിയച്ഛന്മാര് ഇവന്റെ കല്യാണത്തിനെങ്കിലും ഇങ്ങനെ ഉത്തരവാദിത്തമൊക്കെ കാണിച്ചല്ലോ. ഓ, കാണിച്ചല്ലേ പറ്റൂ അച്ഛാ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെയാങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ വധമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ ആഹാ,
സീതയ്ക്ക് ഗുണമൊന്നും ഇല്ലെങ്കിലും വന്നു നിൽക്കാൻ ഒരു ഏട്ടനുണ്ടല്ലോ. എടി ഇതിനെന്താ കുഴപ്പം? ചേട്ടന്മാര് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാ. ഞാനെല്ലാം കറക്റ്റ് ആയിട്ടാ ചെയ്തോണ്ടിരിക്കുന്നത്. ഓ, വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യേ ചെയ്യേ. എന്തിനാ സീ ഇത്രയധികം ഫോട്ടോ എടുക്കുന്നേ? ഓ, നിന്റെ പുതിയ അച്ഛൻ അയച്ചു കൊടുക്കാനാണോ? ആയിക്കോട്ടെ, ഈ ചടങ്ങൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് പകരം വീഡിയോഗ്രാഫറിന്റെ ജോലി എടുത്തോണ്ട് നിന്നോ. ശരിയെന്നാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ? സീതമ്മ, ഇതെന്തിനാ രാഖി കെട്ടി തരുന്നേ? ഇത് രാഖിയല്ല മോളെ, കങ്കണമാ. കണാണയോ? കങ്കണമെന്ന്. കങ്കണ. ഇതെന്ത് ചടങ്ങാ സീത? നമ്മൾ ചെയ്യാത്തതല്ലേ? അത് രാമന്റെ വീട്ടുകാരുടെ ഒരു ചടങ്ങാ. എണ്ണക്കുളി കഴിഞ്ഞാൽ ഉടനെ എല്ലാവർക്കും പൂവണ്ടുള്ളൊരു കങ്കണം കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. അതിനാ ഇത് ചെയ്യുന്നേ. ഓ ശരി. സാധന, ഒരുക്കങ്ങളൊക്കെ ശരിയായില്ലേ? പ്രസാദം ഉണ്ടാക്കണം. റെഡിയാണ് ചേച്ചി. എല്ലാവരുടെ കയ്യിലും കുങ്കുമം കൊടുക്കണം. അതും റെഡിയാണ്. ഞങ്ങളുടെ അവിടെ ഇതുപോലത്തെ ചടങ്ങുകളുണ്ട്. ഞങ്ങൾ അരി സമർപ്പിച്ചാ പൂജ ചെയ്യാറ്. ഇവിടെ ചടങ്ങിന് നിങ്ങൾ പ്രസാദമാണല്ലോ ആ, ഉണ്ടാക്കാറ്. എന്റെ കല്യാണത്തിനും എല്ലാ ചടങ്ങുകളും നടന്നിരുന്നു. അതുകൊണ്ടാ ഇവന്റെ കല്യാണത്തിനും എല്ലാ ചടങ്ങുകളും നടത്തുന്നത്. എന്നേക്കാൾ ഈ ചടങ്ങുകളെ കുറിച്ച് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം, അല്ലേ ചേച്ചി? ആ, ഓല കൊണ്ടുവന്നവർക്കുള്ള പൈസയും കൂടി കൊടുക്കണം. അതൊക്കെ റെഡിയല്ലേ? ഭാർഗു, ആ പേയ്മെന്റ് ഒക്കെ ഞാൻ എപ്പോഴേ കൊടുത്തു കഴിഞ്ഞു. പിച്ച് റെഡിയായി കഴിഞ്ഞ അപ്പൊ തന്നെ ടപ്പെന്ന് പറഞ്ഞ പേയ്മെന്റ് കൊടുത്തു. പേയ്മെന്റ് ഒക്കെ വേറെ. മെടഞ്ഞ ഓല കൊണ്ടുവന്നവർക്ക് ആദരിച്ച് പൈസ കൊടുക്കണം. അതും ഒരു ചടങ്ങാണ്. ഓ അങ്ങനെ. അപ്പോ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ഉണ്ടോ അവർക്ക്? കൊള്ളാലോ. വടച്ചം വാ. അഞ്ജു എന്താ പറയാനേ? അവളെന്താ ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക? ഡോണ്ട് വറിഡാ, ഷി വിൽ ബി ഫൈൻ. എനിക്കറിയാടാ, എല്ലാം ഓക്കെ ആണ്, ഒരു പ്രശ്നമില്ലാന്നൊന്നും പ്രിറ്റൻഡ് ചെയ്തോണ്ടിരിക്കാൻ പറ്റില്ലടാ. ഐ നോ വാട്ട് ഷീ ഈസ് ഗോയിങ് ത്രൂ. സംഭവിച്ച കാര്യങ്ങളൊന്നും മറക്കുന്നത് അത്ര ഈസി ആവില്ല. അതൊക്കെ ഓക്കെ ആയിക്കോളൂടാ. നീ എത്ര സന്തോഷത്തിലിരിക്കുന്നു അത്ര സന്തോഷത്തിൽ അവളും എല്ലാം മറന്നോളൂ. നീ എന്തായാലും സന്തോഷത്തോടെ എല്ലാ ചടങ്ങുകളും കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ചുരുക്കി പറഞ്ഞ ചേട്ടനും അനിയത്തി ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ സന്തോഷത്തെ വലുതാ എന്റെ സന്തോഷം എന്നാ പറയുന്നേ. ആവട്ടെ ആവട്ടെ. എടാ, ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഈ സന്തോഷങ്ങളെല്ലാം അഞ്ജുവിനും കൂടി കിട്ടണം. അവളുടെ ലൈഫിൽ ഇനി ഒരു പ്രശ്നമില്ലാതെ ഇനി ഞാൻ നോക്കിക്കോളാം. ഐ പ്രോമിസ് യു ദാറ്റ്. ഒരുപാട് ആലോചിക്കണ്ട, വാ.
ദേ പിള്ളേരെ ശ്രദ്ധിച്ച് കളിക്കണേ. ഓടി കളിച്ചെങ്ങും വീണേക്കരുത്. സിഹി ഒന്ന് പതുക്കെ കളിക്കുമോളെ. മുത്തശ്ശി ഇത് പതുക്കെ കളിച്ചോണ്ടിരുന്ന എനിക്ക് പിന്നെ പിടിക്കാൻ തൂണ കിട്ടില്ല. നിങ്ങളെല്ലാവരും ഈ ഓട്ടവും ചാട്ടമൊക്കെ വിട്ട് ഇന്ന് വേറെ എന്തെങ്കിലും ഒന്ന് കളിക്ക്. നാളെ കല്യാണല്ലേ, വീണെന്തെങ്കിലും പറ്റിയ ബുദ്ധിമുട്ടാവും. അതെ സിഹിമോളെ, നാളെ ഫോട്ടോ എടുക്കുമ്പോ മോന്ത ഓന്ന് പറഞ്ഞിരിക്കും. അല്ല മോളെ, നിന്റെ അമ്മയുടെ കല്യാണം നീ നടത്തും എന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് ഇപ്പൊ നീ എന്താ അവിടെ കൂട്ടുകാരുടെ കൂടെ കളിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ഇവിടെ ഇരിക്കൊന്നുമല്ല, ഞാനിവിടെ നിന്നിട്ടാ കളിച്ചോണ്ടിരിക്കുന്നേ. അയ്യോ, ഇതിനോട് പറയുമ്പോ വായിന്ന് വീഴുന്ന ഓരോ വാക്ക് ശ്രദ്ധിക്കണം. ആന്റി, വാക്ക് വീഴുന്നത് എങ്ങനെയാ? അയ്യോ, നിന്നോടൊക്കെ വർത്താനം പറയുന്നതിന് പകരം ഒരു സൂചി എടുത്ത് എന്റെ കണ്ണ് ഞാൻ തന്നെ അങ്ങ് കുത്തി പൊട്ടിക്കണം. ഒരു മിനിറ്റ്, നാളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. നിങ്ങൾ ആ സമയം കൊണ്ട് കളിച്ചോ കേട്ടോ. അതെ, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ എത്ര സന്തോഷമുണ്ടോ അത്രയും തന്നെ സങ്കടമുണ്ട്. എന്താണെന്നോ, നാളെ തൊട്ട് നമ്മുടെ സിഹിയും സീതയും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഈ നേരമാകുമ്പോ എല്ലാരും പോയി കാണും. അത് ശരിയാ, എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനൊരു അവസ്ഥ അനുഭവിക്കില്ലേ? പക്ഷേ മകൾ ഒരു നല്ല സ്ഥലത്തെത്തുന്നതിന്റെ സന്തോഷം ഒരു ഭാഗത്തുണ്ടെങ്കിൽ നാളെ തൊട്ട് അവള് കൂടെ ഉണ്ടാവില്ല എന്നുള്ള ദുഃഖം മറുഭാഗത്ത്. എന്നാലും മക്കളുടെ ജീവിതം നന്നായി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. അവർ രണ്ടും നന്നായിട്ടിരുന്നാ മതി, അത്രയേ ഉള്ളൂ. നോക്ക്, കുട്ടികളെല്ലാം എന്ത് സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നേ. പക്ഷെ നാളെ മുതല് നമ്മുടെ സിഹിമോള് കളിക്കാനുണ്ടാവില്ലല്ലോ. അത് ഓർക്കുമ്പോഴാ. സീതയ്ക്കും സഹിക്കും ഇന്ന് രാത്രിയാ അവസാന ദിവസം ഈ അപ്പാർട്ട്മെന്റിൽ. നാളെ മുതൽ അവര് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. മുത്തശ്ശ, സീതാന്റിയുടെ കല്യാണം കഴിയുന്നോർത്ത് വിഷമോ? സീതാന്റിയുടെ കല്യാണം കഴിയുന്നതിൽ വിഷമമില്ലടാ, നാളെ മുതൽ അവര് കൂടെ ഉണ്ടാവില്ലെന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമം. എല്ലാരും കേട്ടില്ലേ? ഇന്ന് നമ്മുടെ കൂടെ സിഹി ഇവിടെ കളിക്കുന്ന ലാസ്റ്റ് ദിവസാ. ഇനി അവൾ ഇവിടെ ഉണ്ടാവില്ല. നമ്മള് മറ്റൊരു വീട്ടിലേക്ക് പോവാൻ നിൽക്കുമല്ലേ, അതുകൊണ്ട്. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിനക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതും എടുത്തു വെക്കാം. നമ്മൾ രണ്ടുപേരും ഇല്ലെങ്കിൽ ഈ വീട് നമ്മളെ മിസ് ചെയ്യുമല്ലേ? എനിക്കും അതെ, ഈ വീട് എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. എനിക്കും അതേ മോളെ, ഈ വീടിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇന്ന് നമ്മൾ ഈ വീട്ടിൽ കഴിയുന്ന ലാസ്റ്റ് രാത്രിയോ. എന്നുവെച്ചാ നമ്മൾ ഈ വീട്ടിൽ ഇനി നിക്കില്ലേ സീതമ്മ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വീട്ടിലേക്ക് വരും. പക്ഷെ നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല മോളെ. നമ്മളിപ്പോ നിൽക്കുന്നില്ലേ, അതേപോലെ നമുക്കിനി ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ കഴിയില്ല. നിന്റെ ബെല്ലെ ഞാനെടുത്ത് ബാഗ് വെച്ചിട്ടുണ്ടേ, ഇനി അത് തെരഞ്ഞു നടക്കണ്ട നീ. ഒരു മിനിറ്റ്, ഈ സ്റ്റൂൾ
എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഇതും കൊണ്ടുപോയാലോ? ശരി. പിന്നെ ആ ഞാനൊന്നും കിടന്നുറങ്ങാറില്ലേ? ഈ പില്ലോ ഇല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. ഇതും കൂടെ അങ്ങോട്ട് കൊണ്ടുപോണേ. ശരി, ആയിക്കോട്ടെ. പിന്നെ രാമന്റെ സീതയുടെയും പ്രതിമ വേണം, എന്റെ ഡ്രോയിങ്സ് വേണം, പിന്നെ എന്റെ ഫ്രണ്ട് തന്നില്ലേ ആകാശത്തൊട്ടില്, അതും വേണം. ദാ ബോക്സിൽ എത്രയൊക്കെ കൊള്ളുവോ അത്രയൊക്കെ കൊണ്ടുപോവാ. ബാക്കിയൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഈ വീട്ടിൽ ഒന്നുമില്ലാതിരിക്കരുതല്ലോ, അപ്പൊ രസം ഉണ്ടാവില്ല. സീതമ്മ, ആകാശത്തൊട്ടിൽ എനിക്ക് എന്തായാലും കിട്ടിയേ പറ്റൂ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഇപ്പൊ വരാമേ. ഇത് നിന്റെ ഫ്രണ്ടാ? ഈ ഡ്രോയിങ്ങിൽ നമ്മൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫ്രണ്ടിനെ വരച്ചു വെച്ചേ. കൊള്ളാമോ? മോളെ, ഈ ഡ്രോയിങ്ങിൽ മാത്രമല്ല, നിന്റെ ഫ്രണ്ട് നിന്റെ ലൈഫിൽ ഇനി മുഴുവനും ഉണ്ടായിരിക്കും. സിഹി, ഒരു മിനിറ്റ് ഞങ്ങളുടെ കൂടെ ഒന്ന് വരൂ. ഞാൻ കളിക്കാൻ വരുന്നില്ല. എനിക്ക് ബാഗ് പാക്ക് ചെയ്യാനുണ്ട്. സിഹി പ്ലീസ് 5 മിനിറ്റ് ഒന്ന് വാ. മോളെ, നീ അവരുടെ കൂടെ പോയിട്ട് വാ, ഞാൻ പാക്ക് ചെയ്തോളാം. വരൂ. ഇനി നാളെ ഒരു ദിവസം മാത്രം. അത് കഴിഞ്ഞ പിന്നെ സീത എന്റെ കൂടെ ഉണ്ടാവും. ഓ മൈ ഗോഡ്, ഇതൊന്നും എനിക്ക് അങ്ങോട്ടൊട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല. സീതയ്ക്കൊരു മെസ്സേജ് അയച്ചേക്കാം. സീതയുടെ ഫോട്ടോ. വൗ, എന്ത് ഭംഗിയാ അവളെ കാണാൻ. Her eyes speaks everything. നിങ്ങൾ എന്തിനാ ഇത്ര അർജന്റ് ആയിട്ട് എന്നെ വിളിച്ചേ? ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? നീ ഇന്നൊരു ദിവസം കൂടിയല്ലേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവൂ. ഞങ്ങൾ നിന്നെ ഒരുപാട് മിസ് ചെയ്യും സിഹി. സീതാന്റിയെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. ഇതാ ഞങ്ങളെ ഒന്നും മറക്കരുതേ. ഓക്കെ. സിഹി, ഇത് നിന്റെ അല്ലേ? നീ വെച്ചോ, എനിക്ക് വേണ്ട. ഇത് നിനക്കും ഇഷ്ടല്ലേ? ഇത് കാണുമ്പോഴൊക്കെ നിനക്ക് ഞങ്ങളെ ഓർമ്മ വരും. പിടിച്ചോ. താങ്ക് യു സോ മച്ച്. സിഹി, ഇത് നിനക്കാ. താങ്ക് യു സോ മച്ച് കൂട്ടുകാരെ. എവരി സൺഡേസ് നീ ഇങ്ങോട്ട് വരില്ലേ? ഉറപ്പായിട്ടും വരും. ബോറടിക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോ കോൾ വിളിക്കും. പിക്ക് ചെയ്യാൻ മറക്കല്ലേ. സിഹി, എന്റെ അമ്മ എനിക്ക് ഫോൺ തരില്ല. എല്ലാരും എന്റെ വീട്ടിലേക്ക് വന്നാ മതി. എന്റെ അമ്മ എനിക്ക് ഫോണൊക്കെ തരും. എല്ലാവർക്കും സംസാരിക്കാം.
ഫ്രെഡിന്റെ വീട്ടിലേക്ക് വരണം. അത് എത്ര വലിയ വീടാണെന്ന് അറിയോ? അവിടെ സൂര്യമുത്തശ്ശൻ എന്ന് പറഞ്ഞൊരു മുത്തശ്ശനുണ്ട്. അവര് നമ്മുടെ കൂടെ കളിക്കാൻ കൂടും. പിന്നെ സത്യ അങ്കിൾ എന്ന് പറഞ്ഞ ഒരു അങ്കിളും ഉണ്ട്. അവരും നമ്മുടെ കൂടെ കളിക്കാൻ കൂടും. വരാൻ കേട്ടോ. ഓക്കേ, മിസ് ചെയ്യാതെ വരണം കേട്ടോ. അവിടെ പോയി എല്ലാരെയും കളിപ്പിക്കാൻ തീരുമാനിച്ചാണോ നീ? ആ